ഹായ് ഫ്ലൈങ് കിസ് എടുത്ത എല്ലാവർക്കും നമ്മളെവിടെ പോവാ? ആമാണ് ഞങ്ങളുടെ ഫാം. അച്ഛന്റെ കൂടെ എവിടെ പോവാ? ടാറ്റ. എവിടേക്ക് ടാറ്റ പോണേ? അച്ഛന്റെ കൂടെ എവിടേക്ക് ടാറ്റ പോണേ? എവിടെ പോണേ? എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ ചക്കുനിപ്പം മൃഗങ്ങളോടൊക്കെ ഒരു ഭയങ്കര ആസക്തിയുള്ളത് കൺസിഡർ ചെയ്ത് അമ്മേ മൃഗങ്ങളുള്ളൊരു ബുക്കും പിടിച്ചോണ്ട് മൃഗങ്ങളുള്ളൊരു ഫാം സ്റ്റേയിലേക്ക് പോവാണ്. ബാംഗ്ലൂരിൽ തന്നെ തുംകൂറുള്ളൊരു അഭിഷ്ട ഫാം സ്റ്റേ. ബാംഗ്ലൂരിലല്ലോ തുംകൂറുള്ള അഭിഷ്ട. ഫ്ലൈങ് കിസ് എടുത്ത എല്ലാവർക്കും നമ്മളെവിടെ പോവാ? ആമാണ് ഞങ്ങളുടെ ഫാം. പോവാന്ന് എല്ലാവരോടും പിന്നെ അത് ഞങ്ങൾ പഠിച്ചിട്ടില്ല. അത് ഞങ്ങൾ പഠിക്കുമ്പോ അത് കഥ പറയും. ഓക്കെ, 9 മണിക്ക് ഇറങ്ങണം വിചാരിച്ചിട്ട് അരമണിക്കൂർ വൈകി ആസ് യൂഷ്വൽ. പിന്നെന്താ, ഒറ്റ ദിവസത്തേക്കുള്ള പോക്കാണ്. അതിന് വേണ്ടിയിട്ടുണ്ട് ഇത്രയും ലഗേജ്. ഇത് മൊത്തം ചക്കുവിൻ്റെ കളിപ്പാട്ടങ്ങൾ, ഇത് മൊത്തം ചക്കുവിൻ്റെ ഫുഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, നമ്മുടെ വെള്ളം, മെഡിസിൻ കിറ്റ്, ഇതിനകത്ത് ഫുഡ് തന്നെ തോന്നുന്നു. ഇതാണ് ആകെ നമുക്കുള്ള ആസ് ഇൻ ക്ലോത്ത്സ്, അങ്ങനെയുള്ള ലഗേജ് ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ചക്കു എസെൻഷ്യൽസ് ആണ്. കണ്ടോ, പതിച്ചോ നിങ്ങളുടെ ബേബി ബാഗ്. പ്രാർത്ഥിക്ക്, കൈ കൂപ്പി പ്രാർത്ഥിക്ക്. ഓക്കെ ഗൈസ്, ഭയങ്കര മഴയായിരുന്നു. ആലിപ്പഴമൊക്കെ വീണു. അപ്പൊ അതിൻ്റെതായ നല്ലൊരു തണുപ്പുണ്ട്. കുറച്ച് ദിവസമായിട്ട് ചൂടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല അച്ഛൻ വരും നല്ല തണുപ്പായിരുന്നു. നല്ല ചൂടായിരുന്നു. ഇപ്പൊ നല്ല തണുപ്പായി. ബാംഗ്ലൂരിൻ്റെ തനതായ കാറ്റൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ അപ്പം ഇവളെ കൊണ്ട് നടക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് മോസ്കിറ്റോ ഫോഗിങ് സ്റ്റാർട്ട് ചെയ്തപ്പം സൈക്കിളിനാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഞാൻ സൈക്കിൾ ആ സെക്യൂരിറ്റി ഡെസ്കിൽ അവിടെ ഇട്ടിട്ട്, സെക്യൂരിറ്റി ഡെസ്കിലും അല്ല ബെഞ്ചിൻ്റെ അവിടെ ഇട്ടിട്ട് ഓടി പോരുക ചെയ്തത്. ഇവിടെ എടുത്തുകൊണ്ട് മോസ്കിറ്റോ ഫോഗിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ സൈക്കിളൊന്നും എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുക. എന്നില്ലെങ്കിൽ ഇനി അവിടെ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാർക്ക് തോന്നില്ല. ഇപ്പം തന്നെ തോന്നിയിട്ടുണ്ടാവും. അപ്പം അതാണ്, ചക്കു വെച്ചിട്ട് വലുതാവണനുസരിച്ച് ഒറ്റയ്ക്ക് കൊണ്ട് പിടിക്കലൊക്കെ എനിക്കിപ്പോൾ പാടായി തുടങ്ങിയിട്ടുണ്ട്. കഷ്ടം. ശരി എന്നാ, ഓക്കെ ബൈ. സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ജേർണി. ചക്കു ഉറക്കം മൂടിലാണെന്ന് തോന്നുന്നു. വിശക്കുണ്ടോ? ഒന്നും മിണ്ടല്ല, പുള്ളി ആലോചിക്കാൻ എന്താണ് നടക്കുന്നത്. തിരിച്ചേ ചാറ്റ് കൊടുക്കൂ. പാട്ടിട, എനിക്ക് വണ്ടി കയറിയ പാട്ട് കേട്ടോളാം ഗൈസ്. ശരി, ഓക്കെ. ചക്കു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഗുഡ് ഗേൾ ആയിട്ട്. പക്ഷെ വെള്ളം പെണ്ണ് എന്ത് ചെയ്തിട്ട് കുടിക്കണില്ല. ഗ്ലാസ്സിൽ വേണമെന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ കൊടുത്തു, ബോട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ ബോട്ടിൽ കൊടുത്തു. ഇതൊന്നും രക്ഷയില്ല, വെറുതെ ബോട്ടിൽ വെച്ച് കളിച്ചോണ്ടിരിക്കുക. പിന്നെ കരയിപ്പിക്കാൻ താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഇതുവരെ ബോട്ടിൽ മേടിച്ച് വെച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ ആയില്ല, ഇപ്പൊ തന്നെ ഞാൻ കരയിപ്പിക്കും. വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങി നേരത്തേക്ക്. ആരോടെ വെള്ളം കുച്ചാത്തേ? ഭയങ്കര ഒരു എക്സ്ട്രീംലി റൂറൽ ഏരിയയിലേക്ക് നമ്മൾ കയറിയേക്കാണ്. കാറുകളൊക്കെ മാറി ട്രാക്ടറുകൾ, പട്ടികളൊക്കെ മാറി എന്താ പശുക്കളും ആടുകളും അങ്ങനെയൊക്കെ ആവുമെന്ന് കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു ജെട്ടിയിലൊരു ചേട്ടൻ നടക്കും. കിട്ടിയാവോ? എത്രയപ്പോഴത്തേക്കും ചക്കു നല്ല ഉറക്കമുണ്ട്. സ്ലീപ്പ് ടൈം ആയിട്ടില്ല ആക്ച്വലി, പക്ഷെ നല്ലോണം ഉറങ്ങി. ക്ഷീണം ഉണ്ടാവായിരിക്കും.
എത്തിയതാണ് മോളേട്ടൻ പറയണേ. അക്കോർഡിംഗ് ടു മാപ്പ് ഇതൊക്കെ തന്നെ ഇരിക്കും. അറിയില്ല, നമ്മളൊരു എക്സ്പെരിമെന്റേഷൻ എന്നുള്ള രീതിയിലാണ് ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്നൊന്നും നമുക്കറിയില്ല. ഇതൊക്കെയാണെങ്കിൽ വെയിൽ മാറാതെ ഇറങ്ങാം ടക്കണ പരിപാടിയല്ല. ഒരു മനുഷ്യനും അതെ ടാറിട്ട റോഡ് വിട്ട് റോഡേ ഇല്ല, കാട്ടിക്കൂടെ ഓടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. പെട്ടപ്പെട്ടേന്ന് കിടക്കൊക്കെ കേൾക്കാം, കല്ലുമ്മേ അതുമ്മയൊക്കെ കയറുന്നത് വണ്ടി. നല്ല വെയിലാറാതെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോഴേക്കും മഴ വന്നാ പൊളിച്ചത് തന്നെ. ബിൽഡിംഗ് പോയിട്ടൊരു എന്തെങ്കിലും കണ്ടു, മൈൽ സ്റ്റോൺ പോലും ഇല്ല. കറണ്ടൊക്കെ പോവും. എന്റെ മുത്തേ ഇല്ലാത്ത മുത്തേ ചക്കരേ, എന്റെ ചക്കു നല്ല എവിടെ എന്റെ അമ്മ ഇതെന്താണ് ഞാറ് നട്ടേക്കണം. അല്ല അപ്പം പക്ഷേ അവര് ബോർഡ് വെച്ചേക്കണല്ലോ. എന്താണ് ഇത്? ലൈക്ക് ലിറ്ററലി മിഡിൽ ഓഫ് നോവെയർ. ഓ അതാണോ നമ്മൾ പറയില്ലേ മിഡിൽ ഓഫ് നോവെയർ എന്നൊക്കെ? ശരിക്കും അതുപോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നത്. നമ്മൾ എത്തി ആക്ച്വലി ഗൈസ്. കണ്ടോ, എത്തി ആക്ച്വലി ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ലോകവും തോന്നുന്നു. ഫുൾ പച്ചപ്പും ചെടികളൊക്കെ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, ജഡ്ഡിഗര വില്ലേജ്, എടിയൂര്, ഹുബ്ലി. ഓ ഹുബ്ലി ആണോ? ഹുബ്ലി ആണെങ്കിൽ കിരണ്ട സ്ഥലം, കുനിഗൽ താലൂക്ക്, തുംകൂരു ഡിസ്ട്രിക്റ്റ്, കർണാടക. കിരൺ പഠിച്ചത് ഹുബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെത്തിയപ്പോഴത്തേക്കും സക്കു എണീക്കാറായിട്ടില്ല. ആക്ച്വലി അവള് 1 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ അവൾ ഉറങ്ങിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോടാ ആ കുഞ്ഞ് ആടൊക്കെ ഉണ്ടിട്ടാ. നന്ദഭവന അമ്മയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല കേട്ടോ. 2-3 തണ്ടെടുത്ത് വെക്കാം, എന്നിട്ട് അച്ഛൻ വരുമ്പേ അച്ഛൻ്റെ കയ്യിൽ അമ്മയ്ക്ക് കൊടുത്തുവിടാം. ഇതുവഴി പോവാടോ. മാങ്ങ, കുറേ പച്ചമാങ്ങ, കുറേ വൈക്കോൽ, കുറേ തേങ്ങ. ആ ചോദിക്കാം. പട്ടിയല്ലേ, എന്താ രാജപ്പാളയോ അങ്ങനെ എന്താണ്ടോ ആണ് പേരുന്നു. ചിക്കൻ വരുന്നത് നമ്മുടെ പയ്യൻ വലതുകാല് വെച്ച് കയറുകയാണ്. നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. ഇങ്ങനൊരു പറയാമോന്ന് അറിയില്ല അങ്ങനെ, ബട്ട് സ്റ്റിൽ ഓണം കയറാൻ മൂലയുടെ ഉള്ളിൽ ഇവരിങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കണതെന്ന് ഇവർ സമ്മതിക്കണം. പിന്നെ ഹോസ്പിറ്റാലിറ്റി ഞാൻ റേറ്റ് ചെയ്യാറായിട്ടില്ല എന്ന് എനിക്കറിയാം, ബട്ട് വന്നപ്പോൾ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളായിട്ട് പോയി ചോദിക്കേണ്ടി വന്നു. അപ്പോഴാണ് ആ പയ്യൻ ഇതൊക്കെ കൊണ്ടുവന്നത്. വെൽക്കം ഡ്രിങ്കൊക്കെ അതൊന്നും എന്തെന്ന് നമുക്കറിയാം. ഇവിടെ അതെ ചക്കുവിനെ പോലെ വേറൊരു കുഞ്ഞുവാവാ. വേറെ ഇതേപോലെ കുറച്ച് പേരുണ്ട്. നല്ല വെയിലാണ്, ആ ഒരു പ്രശ്നം. മയൂരാണ് നമ്മുടെ കോട്ടേജ്. നമുക്ക് തന്നെ കാവൽക്കാരനുണ്ട് നമ്മുടെ വീടിൻ്റെ പുറത്ത് തന്നെ. ഹലോ
ഇവനെ ചവിട്ടാതെ കയറാൻ ആണ്. ഇവിടെ മുറി ഒരു സാധാരണ മുറി കേട്ടോ. സാധാരണ അമ്പോ ഒരു തീരുമാനമൊക്കെ ഉണ്ട്. എന്നാ ചക്കു ഇന്ന് അതിലേക്ക് തന്നോ. ആണ് ബാത്റൂം. കൊള്ളാം കൊള്ളാം. ഇഷ്ടായോ? പുറത്തോട്ട് പോണേ. എടാ നീ ഉറങ്ങടാ. ഇപ്പൊ വെയിലാണ് കുഞ്ഞു. ഇപ്പൊ വെയിലാണ്. നമുക്ക് 4:30 പുറത്തു പോവാം. എന്താ മുത്തേ? ഇമ്പ എവിടെടാ? പാറു എവിടെ? പാറു പാറു എവിടെ? അകത്തിരിക്കണ്ട. നടക്ക് നടക്ക്. ഡേ നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. അറ്റോ വെയിലാണേ. അമ്മ ചക്കേ, ചക്കു പോണേട്ടാ. ഗൂസാണോ ഡക്ക്? വൈറ്റ് കളറിലെ ഡക്ക് ഗൂസ് ആയിരിക്കും അല്ലേ? വാത്തയല്ല, വാത്തയ്ക്ക് മറ്റേ ഗൂസിന് വലിയ കഴുത്തല്ലേ? മനസ്സിലാവണല്ലോ എന്തെന്നാണ്. ബ്രോയിലർ താറാവോ? കുഞ്ഞിപ്പെണ്ണിനെ കാണിക്കണോ? എന്റെ കുഞ്ഞ് കണ്ണിമാങ്ങ കണ്ടിട്ടുണ്ടോ ജീവിതത്തില്? താറാവൂട്ടന്മാരടാ. കണ്ണപ്പാ, അമ്മ ഓടിച്ചു വിടട്ടെ മുത്തിന്റെ അടുത്തേക്ക്? ചെയ്യില്ല. കൈ പിടിച്ചേക്കണെന്തിനാ? നീ തന്നെ ഓട്. വിട്ടോ. എന്റെ പ്രായമില്ലാത്തൊരു കുഞ്ഞു വേൾഡ് റെക്കോർഡ് ഇട്ടു അറിയോ? മലയാളി, തിരുവനന്തപുരംകാരി. 100 മീറ്റർ ഓടിയെന്ന്. 50 മീറ്റർ. താറാവിന് നീന്തി നടക്കാനുള്ള ചെറിയ കുളം സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ലതല്ലേ ആക്ച്വലി? ചീത്തയാണോ? ഐ തിങ്ക് ഓൾ ആർ ഗുഡ് ഓൺലി.
എന്തോ സാധനം മനസ്സിലാവണ പുളിയല്ലേ? ചവക്കുള്ളൂ നിപ്പോരോ വേറെ എന്തെങ്കിലും. അയ്യോ പനിനീർ ചാമ്പക്ക. ഓ അപ്പം അതാണ് ആ മാവിൻ്റെ അപ്പുറത്തുള്ള. ഏത്? അയ്യോ കിട്ടുവാ. എടോ കൊച്ചിൻ്റെ കിടോ എണീക്കാൻ പറ്റുള്ള പാവം. എവിടെ വന്നേക്കണേ? എവിടെ വന്നേക്കണേ? ഏട്ടാ അവിടെ പച്ചൂമ്പേണ്ടാ, നമുക്ക് പോവാട്ടാ. വിറകെന്തോ മെഡിസിനൽ ഫ്രൂട്ട്സ് എന്തോ ഇടാൻ പോണേ. ഇത് കണ്ടോ, അത് വെച്ചിട്ട് വെള്ളം ചൂടാവും. കണ്ടോ, ഇതിൽ കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് വെച്ച് ചൂടാക്കിയിട്ട് കുളിക്കാം. വേറെ വ്യത്യാസമൊന്നുമില്ല. നാളെ രാവിലെ ആണെങ്കിൽ വിറകെടുത്ത് കുളി കുളിക്കും. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സ്ഥലമായിട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഹെയർ ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നമുക്ക് അതിനെ മറ്റേ ഇത് ചെയ്തതാണ്. എന്റെ മുത്തിന് കൊടുക്കണോ? പിച്ചോ, നമുക്ക് കൊടുക്കാം. വേണ്ട, മുത്തിന് പേടിയാ. നമുക്കിനി ഇപ്പത്തെ വീട്ടിലെ മുയലിനെ കൊടുക്കാം. ആ മുയലേ എല്ലാം ജാടകളാ, വരാൻ മതി. അയ്യോ അത് വന്നപ്പോഴത്തേക്ക് നന്ദി. ഇതൊക്കെ തന്നെടാ പാപ്പം, തിന്നടാ പാപ്പം. എൻ്റെ അമ്മയുടെ മുത്തിനെ പോലെയല്ല ഇവരൊക്കെ പാപ്പം തിന്നണോ? അമ്മേനോട് ചോദിച്ചോളൂ, മുരിങ്ങക്കോലും തൊടിയിരുന്നു. നല്ല ഐസ് വെള്ളം. അയ്യോ, അതെങ്ങനെ എത്ര തണുത്തോളം അല്ലേ? ഫസ്റ്റ് ആദ്യത്തെ ഒരു സെറ്റ് ഒരു വോമായിരുന്നു, പിന്നെ ഭയങ്കര തണുപ്പാ. അത് വഴുതനങ്ങ, നല്ലോണം വഴുതനങ്ങ കുഴപ്പം ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. മുരിങ്ങക്കോലും ഉണ്ടാവാൻ പറ്റുമോ? അപ്പേക്കില്ലായിരിക്കും. മേടിക്കാൻ പറ്റും പൈസക്ക്. ഞാൻ നോക്കിയിട്ടില്ല, എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ മാത്രമേ ഇന്നോ ഉള്ളൂ. ഉഗാദി ആയതുകൊണ്ടെങ്കിൽ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പം സമാധാനമായി ഇന്ന് കഴിച്ചാൽ മതി. എന്തായാലും വേണമെങ്കിൽ വിളിച്ചു വേണം നോക്കാം. യാതൊരു വീട് അതിനില്ലാത്തത്. സാമ്പാർ കൊണ്ടുണ്ട്, സാമ്പാറാണ്. രസമായിരിക്കും. ചോറ് അതിൻ്റെ മുകളിൽ തന്നെ ചോറ്, പായസം. അങ്ങനെ മുച്ചിന് കഴിക്കാൻ പറ്റുന്ന സാധനമായിട്ടോ. സാലഡ്, ചിക്കൻ സാധനമാണോന്ന് അറിയില്ല. ചിക്കൻ ആയിരിക്കും കൂടെ ഉള്ളത് കാരണം. ഇത് പപ്പടമാണ്. ചില്ലി ചിക്കൻ. ഇഡ്ഡലി ദോശ വല്ലതും കാണുന്നുണ്ട്. തുറക്കാൻ അല്ലെങ്കിൽ ഹെൽപ്പ് വേണ്ടി വരും എനിക്ക്. തൈര്, അത് ഇവിടുത്തെ തന്നെ പശുവിൻ്റെ തൈരാന്ന് പറഞ്ഞത്. അക്കി റൊട്ടി. അക്കി റൊട്ടിയാണ് ഈ സാധനമാണ് എൻ്റെ ഒരു നിഗമനം. സാമ്പാറുണ്ടോ? നമ്മുടെ നാട്ടിലും മുരിങ്ങാക്കോല് അറിയിക്കില്ലേ? അത് വെച്ച് കാണാം. ചുക്കി മാറ്റോട്ടെ. ഇതുവരെ കഴിച്ചിട്ടില്ല ചിക്കൻ ടേസ്റ്റാണ്. ഇത് മുട്ടയാണ്. അയ്യോ
മുട്ട, ഇതും മുട്ട, മുട്ട ബജി, ചില്ലി മുട്ട, ചില്ലി എഗ്. ചതിയായിപ്പോയി. ഇത് മുട്ട നോൺ വെജ് അല്ലേ? സൂപ്പർ. ഇനി കിട്ടോ? ഒരു സാധനം പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. നമുക്ക് പാപ്പവും വേണ്ട, ഒന്നും വേണ്ട, വിശപ്പും ഇല്ല, ഉറക്കവും ഇല്ല അല്ലേ? നമുക്ക് ഇങ്ങനെ കാഴ്ചയും കണ്ട് ഇമ്പൂനെ ഓടിച്ചോ താറാവിനെ ഓടിച്ചൊക്കെ ഇങ്ങനെ നടന്നാൽ മതി അല്ലേ? അവർ ചോദിച്ചു ചായ വേണോ കാപ്പി വേണോ എന്ന്. എന്നിട്ട് ചായ വന്നപ്പോൾ ചായ വിടും. അവർ സ്നാക്ക് ടൈമിൽ നമുക്ക് തന്നേക്കണത് ബജ്ജിയാണ്. പൊട്ടറ്റോ ബജ്ജി ഉണ്ട്, മുളക് ബജ്ജി ഉണ്ട്. ഭയങ്കര ഉപ്പാണ്. കുഴപ്പമില്ല, കഴിച്ചു. ഉപ്പ് തന്നെ അതിൻ്റെ മുകളിൽ ഒരു പൊടി ഇട്ടുണ്ട് കണ്ടോ, ആ പൊടിയുടെ ഒരു ഉപ്പാണ്. നല്ലല്ല, ഇഷ്ടമായി, നല്ല സ്വാദുണ്ട്. സ്ലൈഡ് തരൂ. അങ്ങനെ അധികം കൂടെ ഓടാം. ഞങ്ങൾക്ക് ഊണുമില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. അവിടെ പൊറോട്ടൻ്റെ മേത്ത് കിടന്ന് 2 മണിക്കൂർ ഉറങ്ങിയോളൂ. എന്നിട്ടൊന്നും തിന്നിട്ടൊന്നുമില്ല. ടർക്കിക്കോഴി. എന്റെ പൊന്നെ, ഷിണ്ണിക്ക് ഒരു രക്ഷയില്ല. ഷിണ്ണി ഊണും വേണ്ട, ഉറക്കവും വേണ്ട, ഒന്നും വേണ്ട. പശുമ്പിനെ കണ്ടുവിടാ. എടാ കൊമ്പുള്ള പശുമ്പ. എടാ കുറ്റി എരുമ. അപ്പുറത്ത് വേറെ താറാവ്. ഇവിടെ കോയി ബബ്ബ. കോയി ബബ്ബേ. ഫോട്ടോ എടുത്തിട്ടില്ലേ? വേണ്ട. ആത്തച്ചക്ക. അയാൾ സീത ഇത് കാന്താരി അല്ല. ഏടാ പൊന്നിന്റെ പഴയ അമ്മ ഷിൻഡുവിന് കൊടുത്തടാ. Cho nó.
തരണ്ട. ഇത് പ്രഗ്നന്റ് തന്നെ. Have you been here from the start? One time you can pick up milk like around 150, 170 liter one time. Oh, okay, nice. Both the time 340, 320 liter morning and evening. Come here. And the powder also you connect with dry hair. Yeah. ഇത് പിന്നെ അത്തോ എന്താ, ആപ്പി. എന്റെ കുഞ്ഞി നപ്പിട്ടോ ഇല്ലല്ലോ, നപ്പിന്ന കണ്ടോ? എന്തിന്? ഒരു തവണ മുട്ട കൊടുക്കുമ്പോൾ കിട്ടുന്നത് ബ്രീഡ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഏറ്റവും വില കുറവ് 1.5 രൂപ. ഇത്രയും കോഴികൾ വെച്ചിട്ടാ മിക്കവാറും കോഴിന്നായിരിക്കില്ല പുള്ളി കേട്ടത്. മുട്ടാന്നാണ് പറഞ്ഞത്. രാജപാളയം ബ്രീഡ്. Mudol breed. ഓ, ഓക്കെ. This is dog for especially hunt. Oh, hunting dogs, yeah. Very friendly. അയ്യോ അയ്യോ Very friendly. No problem. ಏನಪ್ಪ ನೀವು ಊಟ ಹಾಕಿಲ್ಲ ನೋಡ್ಜಾ? ಊಟ ಹಾಕಿಲ್ಲ ನಿಮಗೆ? ಊಟ ಹಾಕಿಲ್ಲ ನಿಮಗೆ? ഇമ്പു Very friendly. You touch Imbu? me, no problem. I love dogs, but I am also a little scared. बहुत स्पीड से दौड़ता है डॉग. हाँ, I know, I've read about coconut also in bee also. ഇമ്പു Yearly ആണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് തേങ്ങ വിൽക്കണേന്ന്. ഏ? ഓ ഓക്കെ ഓക്കെ എന്താ? മോളിൽ കയറണമെന്ന്. അതാണ് ഞാൻ നേരത്തെ ഇവിടെ താഴെ വന്നപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ. എന്താണ് കുട്ടിയുടെ breeding? ഞാൻ കേൾക്കാത്ത ടൈപ്പ് എനിക്കറിയില്ല. ഇവിടെ ആട്ടുംപാടാ അത്തരം പറ്റി. ആട്ടുംപാ ആട്ടുംപാ കഴിച്ചിനോ? മേ ദേ, ജംനാഥി. ഇവിടെ ഉണ്ടോ? കുഞ്ഞ് മുത്തേ മുത്തിനെ തൊടണോ? തൊറ്റോ തൊട്ടു തൊറ്റോടാ. ഇത് മുത്തേ തൊടണോ? എന്തേ? ഒരു ടാറ്റ കൊടുക്കോ? ടാറ്റ കൊടുത്തേ? നീ ബേ एक बेबी है कुछ नहीं करेगा खेलो इसके साथ बेबी है हमें दूर से देखना बहुत पसंद है. More interested in the garden. हाँ. और इसको आ
ഹലോ 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 അയ്യോ വാളക ഓർമ്മ വരുന്നു. ആടുകളെ അല്ലെങ്കിലും ഒരിക്കലും നിലത്ത് വളർത്തില്ല എന്ന് പണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആർത്രൈറ്റിസ് വരുന്നു ആടുകൾക്ക് പെട്ടെന്ന്. നീണ്ട വഴുതനങ്ങയാണ് ഇതൊക്കെ. ഇതൊക്കെ ഉണ്ടായി നിന്നിപ്പം ക്ലിയർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. Is there any difficulty for water here? No, water no problem. No issue. We have 3 bores actually here. For the cows, we do a lot of water is the main requirement for the cows. Is it fine? Yeah, yes. Yes, sir. Kerala, so this Oh, okay. take, no? Yeah. Not. Yeah, peacock sound I could recognize. ആ മയിലിന്റെ സൗണ്ട് കേട്ടോടാ. കർണ് 7 acres, no? Yeah, 7 acres. യാ ഏ മയില് പൊന്ന അതേ ഫോണിൽ നോക്ക്. തലമുടി പോലെ ഉണ്ടായി കിടക്കണമെന്നൊക്കെ. Lot of drumstick trees we have in this line and there also. Wow, that is what. Do you know the rate of drumsticks now? Per kilo around 100 plus. Not per kilo. 4 drumsticks will cost around 112 right now in Bangalore, and you don't get. A plain land, no? It will come. Oh. Yeah. The coconut plant. Quiet place. Oh. Lord. Pepper makes a lot of water. Again, Kerala people, we have pepper. I've never bought pepper. I'm not free for pepper in my life. We have it here. We cut them, we dry them, we grind them, we use them. And we sell them also. Last time around, it is getting very costly now. So we started selling it. ആ കാണിച്ചു കൊടുക്കാം അങ്ങൾക്ക്. Good. ആ Again bird. He wants to walk means he wants to walk. Oh. Moon undo. Moon, ah? Moon undo, moon illa. മൂണില്ല.
almost mashed melon. And put also in your hometown. Mhm. അല്ല give to my mom. You want some more? Yeah. I want to. All through here, yearly like so all the seasons you can keep. Water is equal more. Thank you. Breed actually. It's all different. These tiny mangoes, no? What we do is we pluck them in Kerala. We put them in salt. Okay. We'll keep it for 2 weeks or so, and then they'll be little soft. And then we'll make achar. Acha. Oh. Very tasty. Very tasty. Keeping them in salt is also tasty, but when we make achar, it becomes more tasty. Oh. ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ഉള്ളൊരു ദിവസമാണ് ഇത്. പിള്ളേരെ കുളിപ്പിക്കുന്ന സാധനം അതെന്താണെന്ന് വെച്ചാൽ പറയട്ടെ, താൻ പറ ഒന്ന് വാ തുറന്ന് പറയോ. പൂൾ. ചക്കുവിന്റെ ഫസ്റ്റ് പൂൾ. അയ്യോ വല്ലതും അറിയണ്ടോ അല്ലേ പാവം. ഉടുപ്പുരുണ്ട് നമ്മുടെ ഡൈപ്പറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് പറ്റുകയാണെങ്കിൽ പൂളിൽ ഇറക്കണം എന്ന് ചിന്തിച്ചായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ ഇറങ്ങാം എന്ന് തീരുമാനിക്കാൻ കാരണം ഇത് വേറെ ആരുമില്ല. നമ്മുടെ ഈ ഫുൾ ഫാംസിൽ നിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം അത് കാരണം പൂള് കണ്ടപ്പോഴേ പുള്ളി പേടിച്ച് കിറങ്ങിയിരിക്കുക കേട്ടോ. ആരും അവിടെ കൂടെ ചേഞ്ചിങ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ചേഞ്ചിങ് റൂമൊന്നും കാണാനില്ലല്ലോ. Okay. No drink, no food, no smoking, no littering. I want to. വെള്ളമാണ് നീ വിചാരിക്കണ പോലെ അല്ല. ഡേഞ്ചറാണ്. കാഴ്ചൊന്നും കാണാനുള്ള. തൽക്കാലം മര്യാദക്ക് കാണാലോ. ഇഷ്ടായോ? അമ്മയുടെ മുത്താര മുത്തേ. അമ്മയുടെ മുത്താര മുത്തേ. ശരിയുണ്ടോ? ഞാൻ ഇവിടെ പഠിക്കേ. മേത്ത് വെള്ളം ഒഴിക്കട്ടെ. രണ്ടിറങ്ങുമ്പോ ചെറിയതാണ്. കാലിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. മേലോട്ട് നിക്കറൊന്നുമില്ലേ? തല നനയ്ക്കരുത്.
ഹായ് പറ. പൊന്നേ ഫോട്ടോ എടുത്തോട്ടോ. അവിടെ കുഞ്ഞേ. അമ്മ വിളിച്ചു. കണ്ണാ അച്ഛക്കൊരു ഉമ്മ കൊടുത്തേ. അച്ചോ എന്നെ തള്ളല്ലേ. എടാ എന്നെ തള്ളിക്കഴിഞ്ഞാൽ നീയും വീഴും ഞാനും വീഴും. അവിടെ ഇരിക്കാൻ നമുക്ക്. അതാണ് എൻ്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട സ്ഥലം. കുഞ്ഞടാ ചിച്ചേ. അച്ചോ അവിടെ പിടിക്കണ്ട. ഇടുമ പിടിക്ക് പൊന്ന. ഇടുമ പിടിക്ക്. ഇടുമ പിടിച്ചോ. ഹായ് 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 ഹായ്. ചിങ്ക് ചിക്ക് ചിങ്ക്. എന്റെ ഇടയിൽ അവളുടെ ഒരു അമ്മ അന്വേഷണം. ലൈറ്റ്. ഇഷ്ടായോ കുഞ്ഞു? ഇതെന്നാ ഇതേ വഴി അലർജി. തനിക്ക് പുക പ്രശ്നമാകും. കത്തുവാണെങ്കിൽ പോയിട്ടില്ല. എന്താണത്? എന്താത്? എന്താത്? യോജിക്കേണ്ട ക്യാമ്പ് ഫയർ. ഡാൻസ് കളിക്ക്. ഡാൻസ് കളിക്കടാ. ചപ്പാത്തി, സാലഡ്, ചിക്കൻ, വറുത്തരച്ച കോഴിക്കറി, പരിപ്പ്, ചോറ്. ബോൺലെസ് ഭാഷ. ഓക്കെ, താങ്ക് യു. ഞാൻ കഴിക്കും കൂടി ഒരു വീഡിയോ കേട്ടോ. ആക്ച്വലി ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്.
ഇത് കണ്ടപ്പോൾ ഞാൻ ഏറ്റവും ഭയങ്കര എരിവായിരിക്കുന്നു. ഒട്ടും എരിവല്ല. കഴിപ്പും സൂപ്പർ. മീൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ മീൻ കഴിക്കണം. മീൻ ഫാനാവും. എനിക്ക് അറിയണം ഭയങ്കര ടേസ്റ്റല്ല. സൂപ്പർ. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഷാഹി ടുക്കട. ബ്രെഡ് പുഡിംഗ് പോലത്തെ സാധനമാണ്. ബ്രെഡാണ് ബേസ്, കസ്റ്റാർഡാണ് ടോപ്പിംഗ്, പിന്നെ ചെറിയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അല്ല വെള്ളം കഴിക്കാത്തതാണ് വളരെ ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഇഷ്ടമായി. പൊന്നാണോ? പൊന്നിനെ കിട്ടോ? കുഞ്ഞി ചന്തി. ഹലോ. ഓക്കെ ഓക്കെ. ആ പൊന്നി പാപ്പം കഴിച്ചു കേട്ടോ. പൊന്നി ഇന്ന് ഡിന്നർ കട്ട് ചെയ്തോ പറഞ്ഞു തരുന്നില്ല അമ്മ. നിന്റെ കുഞ്ഞു പല്ല് ഞാൻ പറിക്കത്തേടി. ഉടനെ വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഇപ്പോൾ 8 മണിയായി. പക്ഷേ അപ്പോഴേക്ക് അവളും കൂടെ എണീറ്റു. പിന്നെ അവൾക്ക് ഇമ്പേ കാണണമെന്ന് പറഞ്ഞ് ഇമ്പേ കാണാനൊക്കെ കൊണ്ടുപോയി. എന്നിട്ടിപ്പോൾ ഞാൻ പല്ലേക്കാൻ മോളും കൂടി ഇമ്പേ കാണാൻ പോയിട്ട് ദേ വന്നിട്ട് അത് തന്നെ ഇമ്പ ഞാൻ പോയപ്പോൾ അതെ താറാവുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ അപ്പം അതിനെയും കാണായിരുന്നു പുള്ളിക്ക്. എഞ്ചു മുത്തേ എന്താ മുത്തേ? ചീസാണ് 2 മുട്ട ഞാൻ കൊച്ചിന് വേണമെന്ന് പറഞ്ഞു. ടോസ്റ്റഡ് ബ്രെഡ്, ഹായ് ലെമൺ റൈസ്, ചണ മസാല, ചമ്മന്തി. ചക്കുനി വേണം ഞാൻ പറഞ്ഞു. എടാ ആട്ടുമ്പയാണ് ഇത്. വേറെ ബേബി അല്ലാത്ത വാ പാറു വീട്ടിൽ പോവാം. വന്നില്ലേ? എവിടെന്നാ? അഭിഷ്ട അഗ്രി ഫാമിൽ നിന്നും പോളോ ആൻഡ് ഷാരൂസ് യൂണിവേഴ്സിറ്റിയിലെ പൊന്നിക്കുട്ടൻ എല്ലാവർക്കും ടാറ്റ പറയുന്നു. ടാറ്റ.